ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും പരിശുദ്ധ ഖുറാനെയോ പ്രവാചകനെയോ ഞാൻ ഇന്ന് വരെയും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഞാൻ മോശം പറയാത്ത ഒരാളാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന മുസ്ലിം വിരോധിയായിട്ട് എന്നെ മാറ്റി. എന്താ പ്രശ്നം? ഞാൻ BJP ആണ്. ഞാനിപ്പോൾ എത്രയോ സന്തുഷ്ടനാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനപക്ഷ സമുദായ അംഗം എന്ന നിലയിൽ, അതിലുപരി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിനൊപ്പം നിന്നുകൊണ്ട് ഈ നാടിന് വേണ്ടി പ്രതികരിക്കാൻ, എൻ്റെ സമൂഹത്തിന് വേണ്ടി പ്രതികരിക്കാൻ എനിക്കിന്നൊരു പ്രസ്ഥാനമുണ്ട്. അതാണ് BJP. ഒരു സുപ്രഭാതത്തിൽ രാവിലെ മാരമനെ പോയി ഒരു കേക്ക് മേടിച്ചു കൊടുത്തുകൊണ്ടുണ്ടാകുന്ന ബന്ധമല്ല ക്രിസ്ത്യൻ സമുദായവും BJPയും തമ്മിലുള്ള ബന്ധം. ഇന്ന് ഇസ്ലാം സഹോദരങ്ങൾ ഏറ്റവും സമാധാനവും സ്വസ്ഥവുമായി ജീവിക്കുന്നത് മോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ്. മുന്നണികളെല്ലാം കളം പിടിക്കാനുള്ള പ്രചാരണ തിരക്കിലുമാണ്. പല തന്ത്രങ്ങളും പയറ്റിക്കൊണ്ട് തിരക്ക് പിടിച്ചുള്ള പ്രചാരണ ചൂടിലാണ് മുന്നണികൾ. ന്യൂനപക്ഷങ്ങളുടെ മനസ്സ് ആർക്കൊപ്പമാണെന്ന് എന്നും ചർച്ചയാവാറുണ്ട്. ഇടതു വലതു മുന്നണികളുടെ ന്യൂനപക്ഷ നിലപാടുകൾ എങ്ങനെ, എന്ത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് BJPയുടെ കാര്യമാണ്. ന്യൂനപക്ഷത്തിന് BJPയോടുള്ള നിലപാടിൽ മുമ്പും ഇന്നും എങ്ങനെയാണ് പരിശോധിക്കാം. ഈ സമയം എനിക്കിപ്പം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഷോൺ ജോർജാണ് ചേരുന്നത്. ഷോൺ, നമസ്കാരം. കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് വളരാൻ സംസ്ഥാനത്ത് BJPക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പാർട്ടിക്ക് കൃത്യമായി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട് താനും. പക്ഷേ ന്യൂനപക്ഷ വിഭാഗങ്ങളെ എത്തിക്കാൻ വേണ്ട രീതിയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അത് സാധിക്കാറില്ല. അതുതന്നെയല്ലേ ഈ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് സംസ്ഥാനത്ത് BJPയുടെ വേരോട്ടം വർദ്ധിപ്പിക്കാനാവാതെ പോകുന്നതിനുള്ളൊരു കാരണം? ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്തു വളരുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി മാധ്യമ സൃഷ്ടിയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് വോട്ട് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റുകളൊന്നും ഇല്ല എങ്കിൽ പോലും BJPയുടെ വോട്ട് ശതമാനത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്. ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ 3 മുതൽ 5% വർധന വരുന്നുണ്ട്. അപ്പം ക്രമേണ BJP അതിൻ്റെ ഗ്രോത്ത് കൃത്യമായി സ്റ്റേബിളായി തന്നെ ആ ഗ്രോത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. BJP എപ്പോഴും വളരുന്നൊരു പ്രസ്ഥാനമാണ്. പിന്നെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം, ഒരു പക്ഷേ ഒരു 10 വർഷം മുമ്പ് കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിന് എന്തായിരുന്നു BJPയോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇന്ന് എന്താണ്, അത് മാത്രം പരിശോധിച്ചാൽ മതി. അത് എനിക്ക് നല്ല വിശ്വാസമാണ്. ഞാൻ 10 വർഷം മുമ്പ് ഞാൻ തന്നെയാണ് ഉദാഹരണം. 10 വർഷം മുമ്പ് BJP ഏറ്റവും ശക്തമായി എതിർത്തിരുന്നതിൽ ഒരാളാണ് ഞാൻ. BJPക്കെതിരെ സമരം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാനിന്ന് BJPയുടെ ഒരു പ്രവർത്തകനായി BJPക്ക് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതെൻ്റെ ബോധ്യം. അതാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ന്യൂനപക്ഷം എന്ന നിലയിൽ മാത്രമല്ല, ഇവിടെ ഈ രാജ്യത്തിന് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല എങ്കിൽ, BJP അല്ല ഈ രാജ്യം ഭരിക്കുന്നെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. ആ ബോധ്യം എനിക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ BJPയുടെ ഭാഗമായത്. അപ്പോൾ ആ ബോധ്യം ഒരു വലിയ വിഭാഗത്തിന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, അത് ഇസ്ലാം ക്രിസ്ത്യൻ എന്ന് വ്യത്യാസമൊന്നുമില്ല, വലിയ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ഉദാഹരണം, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ നാടിനാപത്താണെന്ന് സമസ്ത പോലും പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് വിവിധ സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള UDFൻ്റെ ബന്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായി പരാമർശിച്ചു. ഇത് രാജ്യവിരുദ്ധ സംഘടനയാണെന്നും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഇത്തരം സംഘടനകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നും മുസ്ലിം മതവിഭാഗത്തിനകത്ത് തന്നെ കൃത്യമായ നിലപാടുകൾ പുറത്തേക്ക് വരുന്നു. ആ നിലപാടേ ഞങ്ങളും പറഞ്ഞുള്ളൂ. പക്ഷേ പറയുന്നത് എന്താണ്? നമ്മളെയൊക്കെ മുസ്ലിം വിരുദ്ധരാക്കുക. നമ്മളെല്ലാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും പരിശുദ്ധ ഖുറാനെയോ പ്രവാചകനെയോ ഞാൻ ഇന്ന് വരെയും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഞാൻ മോശം പറയാത്ത ഒരാളാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന മുസ്ലിം വിരോധിയായിട്ട് എന്നെ മാറ്റി. എന്താ പ്രശ്നം? ഞാൻ BJP ആണ്. BJP എന്ന നിലയിൽ എൻ്റെ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന SDP-യും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള സംഘടനകളെക്കുറിച്ച് ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അതെൻ്റെ കടമയാണ്. എൻ്റെ രാജ്യത്തോടുള്ള കടമ, എൻ്റെ പാർട്ടിയോടുള്ള കടമയല്ല, എൻ്റെ രാജ്യത്തോടുള്ള കടമയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസിനെയും CPM-നെയും പൊളിച്ചു കാട്ടുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അത് ഞാൻ നിർവഹിക്കുമ്പോൾ എന്നെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്ന ഈ നാട്ടിൽ അത് ചില കാര്യങ്ങൾ പറഞ്ഞു പോവുക തന്നെ ചെയ്യണം. അത് ഞങ്ങൾ പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരു നല്ല വിഭാഗത്തിന് അത് ബോധ്യപ്പെട്ട് വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണല്ലോ ഞാൻ പറഞ്ഞില്ലേ. സമസ്ത പോലും ഇന്നലെ പ്രതികരിച്ചു തുടങ്ങി. അതെ, ക്രൈസ്തവ വിഭാഗവുമായി BJP സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുത്തൊരു സമവായമുണ്ട്.
ജനപക്ഷത്തു നിന്ന് PC ജോർജിനെ പോലെ ഒരു മുതിർന്ന നേതാവ് BJPയിലേക്ക് എത്തിയത് ആ സമവായത്തിൻ്റെ ഭാഗം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ജനപക്ഷം മുന്നണിയുടെ ഭാഗമായി നിൽക്കുമെന്നാണ് ഞാനൊക്കെ കരുതിയിരുന്നത്. BJPയിലേക്ക് വരുന്ന കരുതിയില്ല, NDAയുടെ ഭാഗമായി നിൽക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ BJPയിലേക്ക് തന്നെ വന്നു. BJPയിലേക്ക് തന്നെ വരുമ്പോൾ എന്താണ് ആ തീരുമാനത്തിന് പിന്നിൽ? ഈ രാജ്യത്തിന് നമ്മൾ എന്തിനാണ് ഈ വേഷം എടുത്തിട്ടത്? നമ്മൾ എന്തിനാണ് പൊതുപ്രവർത്തകനായി നിലകൊള്ളുന്നത്? എൻ്റെ ജീവിതത്തിൽ എന്നെ കൊണ്ട് എൻ്റെ സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയണം. ഇനി എൻ്റെ ഒരു സ്വാർത്ഥത പറയാം. ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് വരുന്ന ഒരു തലമുറയെങ്കിലും പറയണം. അതൊക്കെയല്ലേ ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഉള്ളിലെങ്കിലുള്ള ആഗ്രഹങ്ങൾ. അധികാരം അല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു സാധാരണക്കാരൻ എൻ്റെ മനസ്സിലുള്ള ഒരു സ്വാർത്ഥതയും ചിന്തയൊക്കെ അങ്ങനെയാണ്. എൻ്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യണം. ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് എന്തെങ്കിലും ഈ മനുഷ്യന് വേണ്ടി ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ കേരള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. കേരള കോൺഗ്രസ് എവിടെ നിന്നാണ് രൂപപ്പെട്ടത്? കർഷകൻ്റെയും കർഷക തൊഴിലാളിയുടെയും മധ്യവർഗത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയൊക്കെ പ്രസ്ഥാനമായി ഇന്ന് കേരള കോൺഗ്രസ്സിന് എനിക്ക് 42 വയസ്സുണ്ട്. 30 വർഷമായി കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും നമ്മൾ പ്രതിദാനം ചെയ്യുന്ന വിഭാഗത്തിന് വേണ്ടി എന്തെങ്കിലും കേരള കോൺഗ്രസ്സിന് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞോ? ഒന്നുമില്ല. റബ്ബർ കാർഷിക മേഖല തകർന്നിരിക്കുന്നു. ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്തേക്ക് പലായനം ചെയ്യുന്നു എന്ന് വേണ്ട. നാടിൻ്റെ സമ്പദ്ഘടന അടിസ്ഥാനപരമായി പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെ നോക്കി നിൽക്കാൻ കഴിയുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ വാ തുറക്കാൻ പോലും കഴിയാത്ത കേരള കോൺഗ്രസ്. ഇതിലൊക്കെ ഞാനിപ്പോൾ എത്രയോ സന്തുഷ്ടനാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനപക്ഷ സമുദായ അംഗം എന്ന നിലയിൽ, അതിലുപരി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിനൊപ്പം നിന്നുകൊണ്ട് ഈ നാടിന് വേണ്ടി പ്രതികരിക്കാൻ, എൻ്റെ സമൂഹത്തിന് വേണ്ടി പ്രതികരിക്കാൻ, എൻ്റെ സമുദായത്തിന് വേണ്ടി പ്രതികരിക്കാൻ, ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കൊക്കെ നേരെ വലിയ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ അതിനൊക്കെതിരെ നെഞ്ചും വീഴ്ച നിൽക്കാൻ എനിക്കിന്നൊരു പ്രസ്ഥാനമുണ്ട്. അതാണ് BJP. ശരി, ഈ ക്രൈസ്തവ വിഭാഗവുമായി BJP ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സമവായം ഒന്നിച്ചു പോകും. ക്രൈസ്തവ വിഭാഗമായിട്ട് മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളുമായിട്ട് BJPയുടെ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ക്രൈസ്തവ വിഭാഗവുമായുള്ള ഒരു സമവായ നീക്കത്തിൻ്റെ ഭാഗമാണ് താങ്കളും PC ജോർജിനെ പോലുള്ള മുതിർന്ന നേതാക്കളും ഒക്കെ, അത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി, എത്തിയത്. പക്ഷേ ഇത് മുസ്ലിം വിഭാഗവുമായി ശ്രമിക്കാത്തതാണോ BJP, അതോ ശ്രമിച്ചിട്ടും നടക്കാതെ പോകുന്നതാണോ? ശ്രമിച്ചിട്ടും പൂർണ്ണമായും ഞങ്ങൾക്കതിന് വിജയത്തിലെത്തിച്ചു എന്ന് പറയാൻ കഴിയില്ല. വിജയത്തിലെത്തിക്കാൻ കഴിയുന്നുവെന്നും പറയാൻ കഴിയുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഇന്ത്യ ഈ രാജ്യത്ത് മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം 2014 ശേഷം ഇന്ത്യയിലെ ഇസ്ലാം സമൂഹത്തിനിടയിലേക്ക് വലിയ രീതിയിലുള്ള രാജ്യവിരുദ്ധ ശക്തികൾ, അല്ലാതെ മതസംഘടനകളല്ല, രാജ്യവിരുദ്ധ സംഘടനകൾ വലിയ രീതിയിൽ ഇസ്ലാം സമൂഹത്തിനിടയിലേക്ക് ഭീതി പലർത്തുകയാണ്. നമ്മൾ ഈ രാജ്യത്ത് രണ്ടാംതര പൗരന്മാരാണ്, ഈ രാജ്യത്ത് നമുക്ക് വേണ്ടിയുള്ള ഭരണമല്ല, ഇവിടെ BJP ഭരിക്കുന്ന ഹിന്ദുവിന് വേണ്ടി മാത്രമാണ്, നമ്മൾ ഈ രാജ്യത്ത് അവഗണിക്കപ്പെടുന്നവരാണ്. അങ്ങനെ ഒരു ഭീതി പലർത്തിക്കൊണ്ട് വലിയ ഒരു മൂവ്മെൻ്റായിട്ട് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം മൂവ്മെൻറ്റ് ഇന്ത്യയിൽ നടക്കുന്നു. അത് ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ഭാഗമായി ലോകത്ത് നമുക്കറിയാം, പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ, സിറിയയിൽ, ഇവിടെയെല്ലാം പലസ്തീൻ, ഇവിടെയൊക്കെ നടക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലൊരു മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അവർ നല്ല മൂവ്മെൻറ്റിൽ നിന്ന സമയത്താണ് ഈ മോദിജി അധികാരത്തിൽ വരുന്നത്. അതോടെ ഇതിനെല്ലാം തടയിട്ടു. ഇന്ത്യയിലൊരു വലിയ മൂവ്മെൻ്റായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഈ 10 വർഷക്കാലമായി ഇത്തരത്തിലുള്ള ശക്തികളുടെ ഒരു പ്രവർത്തനവും ഇന്ത്യയിൽ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെല്ലാം തടയിടാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്താണ്, അതിൽ നിന്നുള്ള അസ്വസ്ഥത അവരുടെ സമൂഹത്തിലേക്ക് പടർത്തുകയാണ്. ഈ മുസ്ലിം വിരുദ്ധമാണ്, മുസ്ലിം സംഘടനകൾക്ക് ഇവിടെ പ്രവർത്തനാനുമതിയില്ല, ഒരു മുസ്ലിം രാഷ്ട്രീയ സംഘടനയ്ക്ക് ഇവിടെ പ്രവർത്തനാനുമതി ഇല്ലാത്തില്ല. പക്ഷേ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഘടനകൾക്ക് മാത്രമാണ് ഈ രാജ്യത്ത് പ്രവർത്തനം. അതൊരു നമ്മളിന്ന് എടുത്ത് പരിശോധിച്ച് നോക്കി, വളരെ നിഷ്പക്ഷമായി ചിന്തിച്ചിരുന്ന ആളുകൾക്കിടയിലേക്ക് പോലും രാജ്യം എന്നുള്ള കൺസെപ്റ്റിനകത്ത് വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അത് ഇവരുടെ ഈ പ്രചരണം കൊണ്ടാണ്. എന്നാൽ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കി, സമീപ പ്രദേശത്തുള്ള രാജ്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് ഇസ്ലാം സഹോദരങ്ങൾ ഏറ്റവും സമാധാനവും സ്വസ്ഥവുമായി ജീവിക്കുന്നത് മോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇസ്ലാം സമൂഹത്തിനെതിരെ ഒരു ലഹളയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊവോക്കേഷനോ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഈ രാജ്യം അപ്പാടെ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു ചിന്താഗതി BJPക്ക് ഇല്ല എന്ന്
ഇതിനുള്ളിൽ നിൽക്കുന്ന ഞങ്ങൾക്കറിയാം. പക്ഷേ അത് പുറത്തേക്ക് നമ്മൾ എത്ര പറയുമ്പോഴും ഇത്തരം ശക്തികളുടെ അതിപ്രസരം നമ്മളെ ആ പ്രചരണത്തിൽ തടയുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ശരി. ക്രൈസ്തവ സഭകളെ ഒപ്പം ചേർക്കാനുള്ള നീക്കങ്ങൾ പതിവിലും സജീവമായി കണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ്. അതിൻ്റെ പ്രയോജനം ചുരുക്കം ചില ഇടങ്ങളിൽ ഒതുക്കി പോവുകയല്ലേ ഉണ്ടായത്? ചുരുക്കം ചില ഇടങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചില മണ്ഡലങ്ങൾ. അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഇത് വിഷയാധിഷ്ഠിതമാണ്. ഒരു സുപ്രഭാതത്തിൽ രാവിലെ മാരമനെ പോയി ഒരു കേക്ക് മേടിച്ചു കൊടുത്തുകൊണ്ടുണ്ടാകുന്ന ബന്ധമല്ല ക്രിസ്ത്യൻ സമുദായവും BJPയും തമ്മിലുള്ള ബന്ധം. ആ ബന്ധം എന്ന് പറയുന്നത് വിഷയാധിഷ്ഠിതമാകണം. ആ വിഷയങ്ങൾ എല്ലാ സമുദായങ്ങളെയും ബാധിക്കുന്ന ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ BJPക്ക് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉണ്ട്, OBC ഔട്ട്റീച്ച് ഉണ്ട്, യുവ ഔട്ട്റീച്ച് ഉണ്ട്, വനിതാ ഔട്ട്റീച്ച് ഉണ്ട്, മുസ്ലിം ഔട്ട്റീച്ച് ഉണ്ട്. ഈ ഔട്ട്റീച്ചുകളിലൊക്കെ നമ്മൾ പാർട്ടി പ്രവർത്തകരെ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ആ സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർട്ടിയുടെ ഇടപെടലുകളാണ് പാർട്ടി ഈ ഔട്ട്റീച്ച് വഴി നടത്തുന്നത്. അപ്പോൾ അത്തരം ഔട്ട്റീച്ചിൽ ക്രൈസ്തവ സമുദായമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധമായ നിലപാടുകൾ പലപ്പോഴും ഈ ക്രൈസ്തവ സഭയെ ഇത്തരം കാര്യങ്ങൾ ആര് പ്രോത്സാഹിപ്പിച്ചാലും അതിന് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയെ കിട്ടില്ല, അല്ലെങ്കിൽ വിശ്വാസികളെ കിട്ടില്ല. അത്തരം പ്രവണതകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പോകാൻ കഴിയുന്ന നിരവധി ഫാക്ടേഴ്സ് സ്വാഭാവികമായും ക്രൈസ്തവ സഭയ്ക്ക് BJPയോട് ചേർന്ന് നിൽക്കുമ്പോഴുണ്ട്. മാത്രമല്ല ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും കഴിഞ്ഞ ഈ അടുത്ത കാലത്തെ തന്നെ കുറച്ച് സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇവരുടെ നിലപാടുകൾ ഏകപക്ഷീയമാണ്, വൺ സൈഡഡാണ്, എന്നാ പറയുന്ന മതേതരത്വമാണ് എന്ന് മനസ്സിലാക്കാൻ ക്രിസ്ത്യാനിക്ക് അത്യാവശ്യം ബോധമൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പാർട്ടി വോട്ടുകൾ നിലനിർത്തണം, അതോടൊപ്പം ന്യൂനപക്ഷത്തിൽ നിന്ന് അടക്കമുള്ള വോട്ടുകൾ സമാഹരിക്കാതെ നേട്ടമുണ്ടാക്കാനാവില്ല. ഇതിൽ തർക്കമൊന്നുമില്ല. അതിപ്പോൾ ഇടതിനായാലും വലതിനായാലും BJPക്കായാലും അങ്ങനെ തന്നെയാണ്. അത് ഈ മൂന്ന് മുന്നണികൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ ആ തിരിച്ചറിവിലേക്ക് കടന്നിട്ടും BJPക്ക് ഉദ്ദേശിച്ച വിധം ന്യൂനപക്ഷത്തെ കൂടെ കൂട്ടാൻ കഴിയാതെ പോകുന്നുണ്ടോ വലിയ തോതിൽ? ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു 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 സ്ലോ പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നമ്മൾ വലിയ പ്രചരണമാണ്. BJP എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഇപ്പം കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ എനിക്ക് കൃത്യമായിട്ടറിയാം. ഞാൻ മധ്യകേരളത്തിൽ തന്നെ വിവിധ പഞ്ചായത്തിൽ ചിലയിടത്ത് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളാണ്. ശരി. അവിടെ CPM ഇല്ല. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. കോൺഗ്രസ് CPM തമ്മിലായിരുന്നു മത്സരം. BJP ശക്തി പ്രാപിച്ചു വന്നപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് സൈലൻ്റ് ആകുക. ഇപ്പം മറ്റൊരു പഞ്ചായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ CPMഉം BJP തമ്മിലാണ് മത്സരം. കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് പേരിന് ഡെമ്മി സ്ഥാനാർത്ഥിമാരെ നിർത്തിയേക്കുന്നത്. അത് കേരളം മുഴുവൻ ഈ പ്രവണതയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തിനാണ് ഈ ശബരിനാഥ് മത്സരിക്കുന്നത്? ചുമ്മാ ഒരു ഉദാഹരണം. ഒരു കാരണവശാലും 10 സീറ്റ് തയ്ക്കാൻ പറ്റിയില്ലാത്ത കോൺഗ്രസ് മേയർ കാൻഡിഡേറ്റായിട്ട് ശബരിനാഥിനെ ഇറക്കി. എന്താ ഉദ്ദേശം? തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുന്നതിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ BJPയുടെ വോട്ട് പിടിച്ചു മാറ്റുക. സത്യം പറഞ്ഞാൽ CPMൻ്റെ B ടീമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ്. അല്ല, ആ ചോദിച്ച ചോദ്യത്തിന് തിരിച്ചുമുണ്ട് ചോദ്യം. BJPയുടെ ശ്രീലേഖ IPSനെ പോലുള്ളവരെ എന്തിനു നിർത്തുന്നു എന്ന് അവിടെ നിന്നും ചോദ്യമുണ്ട്. ശ്രീലേഖ IPSനെ പോലെയുള്ള ആൾ ഏത് പൊസിഷനിലൊക്കെയാണ് ഫിറ്റാകാത്തത്? ഏത് പൊസിഷനിൽ ഫിറ്റാകുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമുള്ള ജീവിതത്തിൽ ഇന്ന് വരെയും ഒരു അലിഗേഷനും ഇല്ലാത്തൊരു പോലീസ് ഓഫീസറാണ് ശ്രീലേഖ IPS. അവരെ സംബന്ധിച്ച് അവരെ പോലെയുള്ള കാൻഡിഡേറ്റ്സ് വരുമ്പോൾ കൂടുതൽ നല്ല വ്യക്തിത്വങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞ് BJPക്ക് അഭിമാനമല്ലേ? ശ്രീലേഖ IPS അനുസരിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്താകും നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഇപ്പോൾ പാർട്ടി തീരുമാനിക്കുന്ന വിഷയമാണ്. എങ്കിൽ പോലും ശ്രീലേഖ IPSൻ്റെ സാന്നിധ്യം തിരുവനന്തപുരം സിറ്റിക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ ശബരിനാഥിനെ അവതരിപ്പിച്ച് അങ്ങനെയല്ല. 10 സീറ്റ് പോലും കിട്ടാത്ത കോൺഗ്രസ് മേയർ കാൻഡിഡേറ്റ് ആയിട്ടാണ് ശബരിനാഥിനെ അവതരിപ്പിച്ചത്. അതെനിക്ക് മനസ്സിലായില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ നേരത്തെ ചോദിച്ചു വന്നത് ഈ ന്യൂനപക്ഷത്തെ കൂടെ കൂട്ടിയാൽ മാത്രമേ മുന്നോട്ടുള്ള പോക്ക് അത് സുഗമമാവുള്ളൂ. അത് BJPക്ക് പ്രത്യേകിച്ചും അങ്ങോട്ട് അത് എന്തുകൊണ്ട് കഴിയാതെ പോകും? നേരത്തെ പറഞ്ഞു ഇസ്ലാം സമുദായത്തിൻ്റെ അവിടെ വരുന്ന ചില ആശയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് മാത്രമാണോ അതിന് പിന്നിൽ? അതോ പാർട്ടിക്ക് അകത്ത് തന്നെ അക്കാര്യത്തിൽ രണ്ട് പക്ഷമുണ്ടോ? ഒരിക്കലുമില്ല. പാർട്ടിയുടെ പക്ഷം എന്ന് പറയുന്നത് ഈ പാർട്ടിക്കൊരു കേന്ദ്ര നേതൃത്വമുണ്ട്. ആ നേതൃത്വം വളരെ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ സമൂഹങ്ങളെയും ഒപ്പം നിർത്തണം. അതിനകത്ത് ഈ പുറത്തോട്ട് നടക്കുന്ന പ്രചരണങ്ങൾ പോലെയല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കഴിഞ്ഞ 2 വർഷക്കാലമായി ഞാൻ ഈ പാർട്ടിയിൽ വന്നിട്ട് കൃത്യമായിട്ട് 21 മാസവും ഇന്ന് 25 ദിവസമാണ്. ഞാൻ എല്ലാ ദിവസവും എണ്ണുന്ന ആളാണ്. കാരണം എല്ലാ ദിവസവും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ ഓരോ സംഭവങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും എണ്ണുന്ന
ഓർത്ത് വെക്കാൻ 21 മാസം 25 ദിവസം 25 ദിവസം. ഓക്കെ. ഞാൻ അങ്ങനെ എണ്ണുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് എല്ലാ ദിവസവും ഈ പ്രസ്ഥാനത്ത് അത്ര വലിയ അവസരമാണ് എനിക്ക് പ്രസ്ഥാനം തന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 21 മാസം 25 ദിവസവും എനിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നെഞ്ച് നിവർത്തി നിന്നുകൊണ്ട് ഏതൊരു വിഷയങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്താൻ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, CPM-ലോ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സിലോ ഉള്ള ഒരു പ്രവർത്തകന് സെയിൻറ്റ് റീറ്റ്സ സ്കൂളിൽ പ്രശ്നം ഉണ്ടായപ്പോൾ കന്യാസ്ത്രീമാരുടെ ഭാഗത്ത് നീതി ഉണ്ടെന്ന് പറയണമെന്ന് ആഗ്രഹമുള്ള എത്രയോ ക്രിസ്ത്യാനികൾ ഈ നാട്ടിലുണ്ടായിരുന്നു. അവിടെ ആ കളമശ്ശേരിയിലെ ആ സിസ്റ്റർമാരുടെ കന്യാസ്ത്രീമാരുടെ മഠം പൊളിച്ച് ആ മതിൽ പൊളിച്ച് ഗുണ്ടായിസം STP കാണിച്ചപ്പോൾ അത് തെറ്റാണെന്ന് പറയണമെന്നുള്ള എത്രയോ പേരുടെ മനസ്സിലുണ്ടായിരുന്നു. അതവിടെ പറയാൻ പറ്റിയത് BJP-കാരനായ ഷോൺ ജോർജിന് മാത്രമല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എനിക്ക് ഈ പ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് ആ സ്വാതന്ത്ര്യം എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ പ്രസ്ഥാനത്ത് ഇപ്പം സലാം സാറാണ്, നമ്മുടെ മുൻ വൈസ് ചാൻസലറായ സലാം സാറാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ കൺവീനർ. അദ്ദേഹം എല്ലാ മേഖലയിലും കടന്നു ചെല്ലുന്നുണ്ട്. പക്ഷേ വലിയ പ്രതിരോധമാണ് ഇത്തരം സംഘടനകൾ നൽകുന്നത്. മാത്രമല്ല, നിഷ്പക്ഷരായ രാജ്യസ്നേഹികളായ ഒരു പറ്റം ഇസ്ലാം സഹോദരങ്ങൾ വലിയ രീതിയിലുള്ളൊരു നാടാൻ. പക്ഷേ ഇവിടെ നിന്ന് ഇത്തരം സംഘടനകൾ മോശമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം അവർക്കില്ലാത്ത രീതിയിൽ അവരെ കടന്നാക്രമിച്ചു കളയും. ആരെങ്കിലും ഇത്തരം സംഘടനകളെയും ഇത്തരം പ്രവണതകളെയും അല്ലെങ്കിൽ ശരീഅത്ത് നിയമം ഈ രാജ്യത്ത് പല മേഖലയിലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയൊക്കെ നിഷ്പക്ഷമായെന്ന് പ്രതികരിക്കുന്ന ഇസ്ലാം സമൂഹത്തിൽപ്പെടുന്ന സഹോദരങ്ങളെ വലിയ രീതിയിൽ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന സാഹചര്യം ഈ നാട്ടിലുണ്ട്. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ശരി, ഛത്തീസ്ഗഡിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് നടന്ന സമയത്ത് അന്ന് BJP-യുടെ സംസ്ഥാന ഘടകം വിഷയത്തിൽ ഇടപെട്ടതാണ്, അറിയാമത്. പക്ഷേ ഇടപെട്ടൊന്നുമല്ല, സിസ്റ്റർമാരെ ജാമ്യത്തിലിറക്കി മടത്തിക്കൊണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ശരി, പക്ഷേ ന്യൂനപക്ഷങ്ങളെ BJP സർക്കാർ അടിച്ചമർത്തുകയാണെന്നാണ് അന്നും CPM പറഞ്ഞത്. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളിലെ ലംഘനമാണ് നടന്നത്. കന്യാസ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായത് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടപ്പോഴൊക്കെ പറഞ്ഞ കാര്യം ഇതാണ്. ഛത്തീസ്ഗഡിൽ ഈ വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുകയും ആ നേരിട്ട് ഇടപെട്ട് അവർക്ക് ജാമ്യം കിട്ടി അവരെ കൊണ്ട് ആ മഠത്തിലാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞാനും രാജീവ് ചന്ദ്രശേഖർജിയും അനൂപും ഉണ്ടായിരുന്നു അവിടെ. അത് മാത്രമല്ല, അതിനുശേഷം ആ കന്യാസ്ത്രീമാർ ഡൽഹിയിൽ രാജീവേട്ടൻ്റെ വീട്ടിലെത്തി നന്ദി പറയുന്ന സാഹചര്യവും കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാണ്. ഞാൻ ഈ വലിയ സിദ്ധാന്തം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരോ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിക്കാൻ JB കോശി കമ്മീഷൻ നിയോഗിച്ചിരുന്നു. 2022 അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച 3 വർഷമായി. എവിടെ പോയി ആ റിപ്പോർട്ട്? നിങ്ങൾ പറയുന്ന ഈ മതേതരത്വവും നിങ്ങൾ പറയുന്ന ഈ ന്യൂനപക്ഷ പ്രേമവും നിങ്ങൾക്ക് സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ JB കോശി കമ്മീഷൻ റിപ്പോർട്ടൊന്ന് പുറത്തുവിടാൻ തയ്യാറാകും. എന്നിട്ട് അല്ലെങ്കിൽ വേണം, ഞാൻ വിവരാവകാശം നൽകിയിട്ടുണ്ട്, ആ വിവരാവകാശ പ്രകാരം ആ റിപ്പോർട്ടൊന്ന് പ്രസിദ്ധീകരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരന് പറ്റുന്നില്ലല്ലോ. പിന്നെ അവർക്ക് എന്ത് ന്യൂനപക്ഷ സ്നേഹമാണ്? ഇതാണ് ഈ വൺ സൈഡ് മതേതരത്വം എന്ന് പറയുന്നത്. 2007 സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിലുണ്ടായി. ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ സംവരണത്തിൻ്റെ എല്ലാ അടിത്തറ അതാണ്. ആ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് 28 ദിവസം കൊണ്ട് ആ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയ ഇതേ ഇടത് സർക്കാർ 3 വർഷമായിട്ട് എന്തേ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഭരണത്ത് വെച്ചിരിക്കുന്നത്? അതെന്താ പുറത്തുവിടാത്തത്? ഇപ്പോൾ ന്യൂനപക്ഷ സ്നേഹത്തിൻ്റെ ആ വിവരണമൊന്നും CPM BJP പഠിപ്പിക്കേണ്ട. ശരി, ഛത്തീസ്ഗഡിലെ വിഷയം പറഞ്ഞു. നമ്മൾ മണിപ്പൂരിലേക്ക് വന്നാൽ, മണിപ്പൂരിൽ BJP എന്താണ് ചെയ്യേണ്ടത്? എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിച്ചോ BJPക്ക്? അങ്ങനെ തോന്നുന്നുണ്ടോ? ആ മണിപ്പൂരിനെ കുറിച്ച് ആദ്യം ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു വർഗീയ ലഹളയല്ല, ദാറ്റ്സ് എ ക്ലാസ് വാർ, അത് ട്രൈബൽ വാറാണത്. മെയ്റ്റി കുക്കി എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾ തമ്മിലാണ് ഇത് നടക്കുന്നത്. മെയ്റ്റി വിഭാഗത്തിൽ ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്. കുക്കി വിഭാഗത്തിൽ ഹിന്ദുവും ക്രിസ്ത്യനും ഉണ്ട്. പക്ഷേ ഇവർക്കാർക്ക് ഇവരേത് മതമാണ് ജാതിയാണെന്ന് ഇവരാരും ചോദിക്കില്ല. അവരുടെ ട്രൈബ് ഏതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ട്രൈബുകൾ തമ്മിൽ സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ സംഘർഷങ്ങളാണ് അവിടെ നടന്നത്. അത് ഇവിടെ വരുമ്പം ഇവിടെ പറയുന്നത് എന്താ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മണിപ്പൂർ കലാപവും RSSുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ആർക്കെങ്കിലും രാഹുൽ ഗാന്ധി പോലും പറയില്ല മണിപ്പൂർ കലാപവും RSS തമ്മിലൊരു ബന്ധമുണ്ടെന്ന്. ഇല്ല. പറയുന്നത് എന്താണ്? ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടു, ക്രൈസ്തവർ 2 വശത്തും പീഡിപ്പിക്കപ്പെട്ടു.
ഒരു വശത്തുള്ള ക്രൈസ്തവരെ മറ്റു വശത്തെ ക്രൈസ്തവർ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലെ ക്രൈസ്തവരെ മറ്റേ ക്രൈസ്തവർ പീഡിപ്പിച്ചിട്ടുണ്ട്. പള്ളികൾ ഇരുവിഭാഗത്തിലുള്ള പള്ളി, ഞാൻ പറയട്ടെ, ഇവിടെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ 40 പള്ളി പിടിച്ചിട്ടുണ്ട്. 40 പള്ളികൾ, 194 പള്ളികൾ തകർക്കപ്പെട്ടു. ഒരു വിഭാഗത്തിൻ്റെ അല്ല, മെയ്ത്തി വിഭാഗക്കാർ കൂക്കി വിഭാഗത്തിൻ്റെ പള്ളിയും തകർത്തു, കൂക്കി വിഭാഗക്കാർ മെയ്ത്തി വിഭാഗത്തിൻ്റെ പള്ളികളും തകർത്തു. 194 പള്ളി തകർത്തത് കേരളത്തിൽ വാർത്തയാണ്. അവിടെ 400-ലധികം അമ്പലങ്ങൾ തകർത്തിട്ടുണ്ട് ഇരുവിഭാഗത്തിൻ്റെ. അത് ഇരുവിഭാഗമാണ് തകർത്തത്. ഇവിടെ എന്തൊക്കെയോ ഒരു പുകപടലം സൃഷ്ടിച്ച് മണിപ്പൂരിൽ നടന്നത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. നിങ്ങൾക്കറിയോ, ആ മണിപ്പൂർ കലാപം തുടങ്ങി അന്നു മുതൽ ഇന്ന് വരെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി മണിപ്പൂരിലെത്തിയിട്ടുണ്ട്. എല്ലാ 4 ദിവസവും മണിപ്പൂരിൻ്റെ റിവ്യൂ മീറ്റിംഗ് അദ്ദേഹം നേരിട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അവിടെ എത്തി. പക്ഷേ മണിപ്പൂരിൽ നടക്കുന്ന ആ പ്രശ്നങ്ങളെ സൈന്യം തന്നെയാണ് ഇപ്പോൾ നിയന്ത്രിച്ച് ഇപ്പോൾ വരുതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, പടിവാതിക്കലാണ്. BJPയുടെ ഒരു പ്രതീക്ഷ അത് എങ്ങനെയാണ്? BJP എന്തായിരുന്നു ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനം, എന്തായിരുന്നു ഞങ്ങളുടെ സീറ്റുകൾ, എന്തായിരുന്നു ഞങ്ങൾ ഭരിച്ചിരുന്ന പഞ്ചായത്തുകൾ, എന്തായിരുന്നു ഞങ്ങൾ ഭരിച്ചിരുന്ന കോർപ്പറേഷനുകൾ, എന്തായിരുന്നു ഞങ്ങൾ ഭരിച്ചിരുന്ന മുനിസിപ്പാലിറ്റി, ഇതെല്ലാം ഞങ്ങൾ മെച്ചപ്പെടുത്തും. വലിയ അവകാശവാദങ്ങളെന്നാണ് പറയുക. പക്ഷേ ഞങ്ങളുടെ സംഘടനയെ ഞങ്ങൾ ചിട്ടപ്പെടുത്തി വളരെ സിസ്റ്റമാറ്റിക്കായി ജോലി ചെയ്യുന്നുണ്ട്. ഇടതും വലതും ഒരുമിച്ചാണ് BJPക്കെതിരെ പോരാടുന്നത്. എങ്കിലും ഇതൊക്കെയാണെങ്കിലും BJPയുടെ നില കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിനേക്കാൾ 10 മടങ്ങ് മെച്ചമായിരിക്കും, ഒരു സംശയം വേണ്ട. മുന്നണിയുടെ ഭാഗമായി നിൽക്കുക എന്നുള്ളതിൽ നിന്ന് മാറി പാർട്ടിക്കാരായി വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറേ കാര്യങ്ങൾ വെക്കാനുണ്ടാവും. അതൊക്കെ സമ്മതിക്കുന്നത് കൊണ്ടാണല്ലോ ഒത്തൊരുമയോടെ പോകാൻ കഴിയുന്നത്. അപ്പോൾ ഉണ്ടായ ഒരു പ്രതീക്ഷകൾ അതൊന്നും അസ്ഥാനത്താവാതെ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വേണ്ടേ കരുതാൻ? വലിയൊരു പ്ലാറ്റ്ഫോമിലോട്ടല്ലേ, എന്നാ പറയുന്നത്, ഒരു തമാശയായിട്ട് പറഞ്ഞാൽ ബാരിക്കേഡിനപ്പുറത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി ഒക്കെ ഇപ്പോൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ഒരു പൂഞ്ഞാറുകാരൻ, അരുവിത്രക്കാരൻ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെയൊക്കെ സംബന്ധിച്ച് ഒരു പാവം ചാക്കോച്ചന് ഡൽഹിയിൽ മോദിജിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇരുന്ന് ചായ കുടിക്കാൻ പറ്റുക, അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റുക, അടുത്ത് ഇടപെടാൻ കഴിയുക, ഇതിനേക്കാളൊക്കെ വലിയ ഭാഗ്യം വേണോ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, വലിയൊരു പ്ലാറ്റ്ഫോം, വലിയൊരു ക്യാൻവാസിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ എത്തിക്കാൻ കഴിയുന്നു. ഏതൊരു കാര്യവും ഒരു ഫോൺ അകലെ നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും പ്രമുഖനായ വ്യക്തി ഒരു ഫോൺ കോൾ അകലെ റീച്ചബിളായി നമുക്ക് നിൽക്കുന്നു. നമുക്ക് ഏതൊരു പ്രതിസന്ധിയും, നമുക്ക് അതിനേക്കാൾ വലിയ പ്രതിസന്ധി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ മുമ്പിൽ വരുന്ന ഏതൊരു പ്രതിസന്ധിയും ഏതൊരു സാധാരണക്കാരനും ഒപ്പം നിന്നുകൊണ്ട് അതിന് പരിഹരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. മറ്റേത് അങ്ങനെയല്ലല്ലോ, നമ്മൾ ആകാശത്തോട്ട് നോക്കി നിൽക്കുക എന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. BJPയുടെ ഭാഗമാകുമ്പോഴുള്ളൊരു ഗുണം ഒന്നും അപ്രാപ്യമല്ല. പിന്നെ ദൈവത്തിന് സാധിക്കുന്ന വിഷയങ്ങൾ മാത്രമേ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുള്ളൂ. മനുഷ്യ സാധ്യമായതെന്തും BJPയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ബാക്കി ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഇരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റാത്ത. ബാക്കിയെല്ലാം മനുഷ്യ സാധ്യമായ ഏത് കാര്യത്തെയും BJPയിലൂടെ നമുക്ക് ഏത് സാധാരണക്കാരനും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നുള്ളതൊരു വലിയ വലിയ ആത്മവിശ്വാസമാണ്. എനിക്ക് മാത്രമല്ല, ഓരോ BJP പ്രവർത്തകൻ്റെ ഒരു ആത്മവിശ്വാസം അതാണ്. വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ് ഈ അവസരത്തിൽ സംസാരിച്ചതിന്. പ്രതീക്ഷകളുമായി മുന്നോട്ട് പോവുക, പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക.